പോളിഹൗസിന്റെ ഉള്ളിലാണുള്ളത്. നമ്മൾ പോളിഹൗസിൽ റെഡ് ലേഡി പപ്പായകൾ നട്ടിരുന്നു. അതിന് വീഡിയോ ഒക്കെ മുന്നേ ചെയ്തിരുന്നു. ഏകദേശം നല്ല രീതിയിൽ തന്നെ പപ്പായകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു മരത്തിൽ പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 3 എണ്ണം പഴുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. പനിയനും ഞാനും കൂടെയാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ചെടിയിൽ നിർത്തി തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. നല്ല വലിയ പപ്പായാണ്. 2 വലുതും ഒരു ചെറുതാണ്, ഒരു വലുതും 2 ചെറുതാണ് പഴുത്തിട്ടുള്ളത്. നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. നാച്ചുറലായിട്ട് തന്നെ മരത്തിൽ നിന്ന് തന്നെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്താണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. മുഴുവനായിട്ടൊന്നും ക്ലീൻ ചെയ്യുന്നില്ല, നമ്മൾ കട്ട് ചെയ്തെടുക്കാനുള്ള ഒരു ഭാഗം മാത്രം ക്ലീൻ ചെയ്തിട്ടുണ്ട്. അടിപൊളി. റെഡ് ലേഡി അതിൻ്റെ ഉള്ളിലുള്ള ചോപ്പ് നമ്മൾ കട്ട് ചെയ്താലേ കറക്റ്റ് കിട്ടുള്ളൂ. മരം ആടുന്നുണ്ട്. സെറ്റ് നമ്മൾ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കിട്ടിയിട്ടുണ്ട്. അതെ, ഇതുപോലെ സെറ്റ്. അതാ ഉള്ളിലുള്ള റെഡൊക്കെ കറക്റ്റ് കാണുന്നുണ്ട്. ചെത്ത് ഇതുപോലെ നല്ല വൃത്തിയുണ്ട് കാണാനായിട്ട്. ഉള്ളിലുള്ള റെഡ് തെളിഞ്ഞു വരുന്നുണ്ട്. ഒന്നുകൂടെ പഴുത്ത കുറച്ചുകൂടെ റെഡ് വരും. കുറച്ച് പഴുപ്പ് കുറഞ്ഞതിലാണ് പറിച്ചിട്ടുള്ളത്. ഇനിയുണ്ട് പറിക്കാൻ കൂടുതലായിട്ട്. നീ കട്ട് ചെയ്യ, കഴിച്ചു നോക്കാം. ഇതുപോലെ ചെറിയ കഷ്ണമാക്കി കട്ട് ചെയ്തിടാണ്. പഴുക്കാനുണ്ട് കുറച്ചുകൂടെ, അത് നമ്മൾ ആദ്യം പറഞ്ഞതാണ്. ഇത് പക്ഷേ ഈ മീഡിയം പഴുപ്പിന് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പപ്പായ. പിന്നെ റെഡ് ലേഡിയുടെ പ്രത്യേകത നല്ല പഴുത്ത് കഴിഞ്ഞാൽ മാത്രമേ അത് അലുത്ത് കിട്ടുള്ളൂ. ചെറിയ പഴുപ്പിലൊന്നും ഇങ്ങനെ സോഫ്റ്റ് ആയി കിട്ടില്ല. ഒരു കഷ്ണം എടുത്ത് കഴിച്ചു നോക്കാം. നല്ല മധുരമുണ്ട്, അതുപോലെ തന്നെ കളറുണ്ട്. പക്ഷെ കുറച്ചുകൂടെ പഴുത്ത കൂടുതൽ മധുരം ഉണ്ടാവും. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നല്ല പഴുത്തിട്ടേ പറിക്കുള്ളൂ. ഇന്ന് നമ്മൾ വലുതൊന്നും മാത്രമാണ് പറിച്ചിട്ടുള്ളത്. ഈ പപ്പായ ആദ്യമായിട്ട് പഴുത്തുകൊണ്ട് ഞങ്ങൾ ആവേശത്ത് പറിച്ചുപോയി. ഈ 2ഉം നല്ല പഴുത്തതിന് ശേഷം ഞങ്ങൾ പറിക്കുകയുള്ളൂ. അതൊക്കെ പറിക്കുന്നത് മറ്റൊരു വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നതാണ്.